ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ചിക്കൻ ഹനീത്താണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു മിക്സർ ജാറെടുത്ത് ഏലക്ക, മല്ലി, കുരുമുളക്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം ഇതൊന്നും പൗഡറാക്കി മാറ്റി വെക്കുക. അതിനുശേഷം നമ്മളൊരു കുക്കറിലേക്ക് വെളിച്ചെണ്ണ, കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ, അതിലേക്ക് നമ്മൾ ഈ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സിയിലെടുക്കാം. അതിനുശേഷം ഈ ചിക്കൻ വേവാനുള്ള വെള്ളം ഒഴിച്ച് ഒരു 2 വിസിൽ വരെ വെയിറ്റ് ചെയ്യും. 2 വിസിൽ വന്നതിന് ശേഷം ചിക്കൻ്റെ വെള്ളം മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ കുക്കറിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് വലിയ ഉള്ളി, അതേപോലെ തന്നെ ക്യാപ്സിക്കം, അതേപോലെ തന്നെ നമ്മൾ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 2 തക്കാളിയുടെ പേസ്റ്റ്, അതിലേക്ക് നമ്മളിനി ആവശ്യത്തിന് ഈ നേരത്തെ പൗഡറാക്കി വെച്ചിട്ടുള്ള പൗഡറും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് വെന്തതിന് മണക്ക് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും പിന്നെ നേരത്തെ ചിക്കൻ വേവിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ അരിയുടെ അനുപാതത്തിൽ വേണം ഒഴിക്കാൻ കേട്ടോ. അതിനുശേഷം അതിലേക്ക് നമ്മൾ 2 പച്ചമുളകും നാരങ്ങ നീരും ആക്കി നമ്മൾ കുക്കർ അടച്ച് വെച്ച് 1 വിസിൽ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്കൊരു ചെറിയ പാത്രത്തിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നേരത്തെ ചിക്കൻ വേവിച്ച വെള്ളം കൂടെ ഒഴിച്ച് മിക്സാക്കി നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ചില്ലേ അതിലേക്ക് ഇത് തേച്ച് കൊടുക്കാം. തേച്ചതിന് ശേഷം നമുക്ക് ഒന്നില്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. ഞങ്ങൾ ഓവനിൽ ചുട്ടെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് നേരം കുക്ക് ചെയ്യരുത്. ഒരുപാട് നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ നല്ല ബലം വരും. അപ്പോൾ നമ്മൾ അതിന് ഒരു ജസ്റ്റ് കുറച്ച് സമയം കൊണ്ട് നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം അപ്പോഴേക്കും നമ്മുടെ റൈസ് റെഡിയായി. അപ്പോൾ നമുക്കിത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. റൈസും ചിക്കനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.